ലാസ്റ്റ് തേഴ്സ്ഡേയിലെ വീഡിയോ ആണ്. പക്ഷേ ഇപ്പോഴാണ് എനിക്കൊന്ന് എഡിറ്റിങ്ങും അതുപോലെ തന്നെ വോയിസൊക്കെ കൊടുക്കാനായിട്ട് ഒരു സമയം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ. എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്നു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന്. പക്ഷേ എന്ത് ചെയ്യാനാ, സമയപരിധി കാരണം ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ കിച്ചൺ എത്രയൊക്കെ ഒതുക്കിയാലും എനിക്കത് മതിയാവത്തില്ല. കാര്യം ഒരു സ്ഥലത്തിരിക്കുന്ന സാധനങ്ങൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നൊരു സ്വഭാവമുണ്ട് കേട്ടോ. അതിപ്പോൾ ഈവൻ നമ്മുടെ ലിവിങ് റൂമിലാണെങ്കിലും അവിടെ കിടക്കുന്ന നമ്മുടെ സോഫ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ആണെങ്കിലും ഞാൻ ഒരു പൊസിഷൻ മാറ്റി വേറെ പൊസിഷനിൽ വെക്കും കേട്ടോ. എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വെക്കുന്നതിനോട് എനിക്കൊരു താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അതുപോലെ തന്നെയാണ് കിച്ചൻ്റെ കബോർഡും കാര്യങ്ങളൊക്കെ ഒതുക്കണമെന്ന് ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അറേഞ്ച് ചെയ്തത് എനിക്ക് ഒരു വട്ടം അറേഞ്ച് ചെയ്യും, പിന്നെ ഞാനത് റീഓർഡർ ചെയ്യും, അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു പോക്ക്. ഇത്തവണ ഞാൻ വിചാരിച്ചു നമ്മുടെ സ്പൂണുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ മേലെയായിരുന്നു ഇട്ടിരുന്നത്. കാര്യം അതായിരുന്നു അതിൻ്റെ സ്പേസ്. പക്ഷെ ഞാൻ വെച്ചു കംപ്ലീറ്റ്ലി ഒന്നെടുത്ത് ക്ലീനാക്കി ഒന്ന് സെറ്റാക്കാമെന്ന്. കാര്യം ഇതിൻ്റെ അടിയിൽ ഒരു ഷീറ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ മുന്നേ അറേഞ്ച് ചെയ്ത സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് കോഫി പൗഡർ ഉണ്ടല്ലോ, അത് തട്ടിയിട്ട് ഈ ഷീറ്റിൽ വീണിട്ട് ആകെ സീനായി. പക്ഷെ ഞാൻ അറേഞ്ച് ചെയ്ത് അങ്ങോട്ട് വെച്ച സമയത്ത് ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വെച്ചു എന്നാൽ പിന്നെ അത് അങ്ങനെ ഇരിക്കട്ടെ വിചാരിച്ച് പിന്നെ ഞാൻ അതിൻ്റെ ഒരു പരിപാടിക്കും പോയില്ല. അതുകൊണ്ട് തന്നെ കബോർഡൊക്കെ ഒന്ന് നീറ്റായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാനത് അതിൽ നമ്മുടെ ഈ ഒരു ലിക്വിഡ് ഒഴിച്ചിട്ട് അത് ഫുള്ളൊന്ന് കഴുകുന്നുണ്ട്. എന്നിട്ടൊന്ന് തുടച്ച് സെറ്റാക്കി എടുക്കാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യാത്ത ഇഷ്ടം പോലെ സ്പൂൺ ഇതിനകത്ത് കിടപ്പുണ്ട്. ഞങ്ങളിവിടെ വന്നതിന് ശേഷം കുറച്ച് സ്പൂണൊക്കെ മേടിച്ചു. പിന്നെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ചൊക്കെ എടുത്തിട്ട് വരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ ചില വലിയ സ്പൂണുകളൊക്കെ ഉണ്ട്, ഞാൻ തീരെ അതൊന്നും യൂസ് ചെയ്യത്തില്ല. അത് കൂടാതെ തന്നെ ഞാൻ മറ്റേ വുഡിൻ്റെയൊക്കെ സ്പൂണും ഇതിൻ്റെ ഉള്ളിലാണ് എടുത്തിട്ട്. പക്ഷേ അതങ്ങനെ ഇട്ടാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. എപ്പോഴും നനവൊക്കെ തട്ടുമ്പോഴത്തേക്ക് ആ വുഡിൻ്റെ സ്പൂണൊക്കെ പെട്ടെന്ന് നശിച്ചു പോകുമല്ലോ. പിന്നെ ഞാൻ അതിൻ്റെ സ്പൂണുകളെല്ലാം കൂടെ മാറ്റി ഞാനിങ്ങനെ വേറൊരു ടിന്നിൽ ഇട്ട് വെച്ചു കേട്ടോ. എനിക്കിങ്ങനെ കിച്ചൺ എസ്തറ്റിക്കായിട്ട് വെക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ കാണുമ്പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പിൻട്രസ്റ്റിലൊക്കെ കാണുമ്പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. മെല്ലെ മെല്ലെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നാണ് ഒരു ഇത് കേട്ടോ. പിന്നെ ഈ ഒരു റാക്കിൽ ഞാൻ എന്തായിരുന്നു വെച്ചിരുന്നത്, ഞാൻ ഗ്ലാസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ ഒക്കെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ പറക്കി ഞാൻ സ്പൂൺ വെക്കുന്നതിൻ്റെ ഒരു സ്പേസിൽ വെച്ചു. കാര്യം അങ്ങനെ ഇത്രയും വലിയൊരു കബോർഡിൻ്റെ ഉള്ളിൽ വെറുതെ ഗ്ലാസ് വെച്ച് സ്ഥലം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഈ കുനിഞ്ഞ് എപ്പോഴും പോയിട്ട് ആവശ്യമുള്ള പാത്രങ്ങളൊക്കെ എടുക്കുന്ന കുറച്ച് കഷ്ടപ്പാടല്ലേ. അപ്പോൾ നമ്മൾ ഡെയിലി എടുക്കുന്ന പാത്രങ്ങളെല്ലാം എൻ്റെ ഉള്ളിൽ കയറ്റി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ ഈ വെള്ളവും അതുമൊക്കെ വീണിട്ട് ഈ കബോർഡിലൊക്കെ ചെറുതായിട്ട് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ സ്വന്തം വീടല്ല, എന്നാലും നമ്മൾ നിൽക്കുന്ന സ്പേസ് നമ്മളെപ്പോഴും വൃത്തിയായിട്ട് വയ്ക്കാനായിട്ട് ശ്രമിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്ന് കബോർഡ് ക്ലീനിങ്ങിനെ പ്രമാണിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ പുറം വശം എല്ലാം അങ്ങ് തുടച്ചെടുക്കാമെന്ന് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഈ കുറച്ച് പാക്കറ്റുകൾ പൊട്ടിക്കാനായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുമായിരുന്നു. പൊട്ടിക്കാതെ ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. ലോങ് വീഡിയോ എടുക്കുമ്പോൾ പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട്. പക്ഷേ ലോങ് വീഡിയോ എടുക്കാനും കുറേ താമസം വന്ന്. ഇത് പലപ്പോഴായിട്ട് വാങ്ങിച്ചത് കേട്ടോ. ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മീഷോയിൽ നിന്നും ഒക്കെ പർച്ചേസ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഇരിക്കുന്ന കുഞ്ഞ് ഒരു പെട്ടി കണ്ടോ, ഇത് നമ്മളെ മറ്റേ ഈ മണമൊക്കെ വരുന്നൊരു സാധനം ഉണ്ടല്ലോ, അതിങ്ങനെ കത്തിച്ചിട്ട് വെക്കില്ലേ, എന്താണ് അതിന് പറയുന്ന പേരെന്ന് എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യണ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വെച്ചു അത് വെക്കാം. കാര്യം കിച്ചണിൽ അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെയൊക്കെ വരുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്രഷ് സ്മെല്ലായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതുപോലെ ബാക്കിലിരിക്കുന്ന പോലത്തെ കുഞ്ഞു മറ്റേ മിനിയേച്ചർ ടൈപ്പ് ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം കാണിച്ച സാധനം നമ്മുടെ ഓവൻ്റെ മേലെ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഒരു കട്ടിംഗ് ബോർഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്ന കട്ടിംഗ് ബോർഡ് നല്ല കേടായിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഞാൻ അതൊരു ഭിത്തിയിലായിരുന്നു തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ മൊത്തമല്ല, ഈ സാധനം അതായത് ഈ കട്ടിംഗ് ബോർഡ് ഒരു സുഖമില്ലാന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ വുഡിൻ്റെ ഒരു കട്ടിംഗ് ബോർഡ് മേടിക്കാമെന്ന് കേട്ടോ. പിന്നെ ഈ കാണിക്കുന്ന പെട്ടിയുണ്ടല്ലോ, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. ക്ലീൻ ചെയ്ത് ഞാനൊന്ന് കഴുകി തുടച്ചൊക്കെ വെച്ചു. എന്നിട്ടും ഇതിനകത്ത് പൊടികളൊന്നും തട്ടിയിടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും അറേഞ്ച് ചെയ്യല്ലേ, അതൊക്കെ തട്ടിയിട്ട് വെക്കാണ്. ഇല്ലെങ്കിൽ ഞാൻ ഈ വലിയ പെട്ടികൾ പല പെട്ടികൾ എടുക്കണം. ബോക്സ് എടുക്കണം. നമ്മുടെ മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക്, അതൊക്കെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇതാകുമ്പം നമ്മളിപ്പോൾ കുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ ഒറ്റ സാധനത്തിനകത്ത് എല്ലാം കാണും, എടുത്തിടാൻ എളുപ്പമാണ്.
ഇത് കൂടാതെ ഞാൻ വാങ്ങിച്ചൊരു കാര്യമാണ്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എസ്തെറ്റിക്കിനോട് കുറച്ച് താല്പര്യമുണ്ട്, പിൻട്രസ്റ്റ് വൈബൊക്കെ. പക്ഷേ നമ്മുടെ ഒരു സാഹചര്യവും നമ്മുടെ ഒരു ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന പോലെയൊക്കെയല്ലേ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഈ ഒരു സാധനം ഇതിങ്ങനെ ഭിത്തിയിലൊക്കെ തൂക്കിയിട്ടാൽ നല്ല രസമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ ഞാൻ അത് മേടിച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ പഴയ കട്ടിംഗ് ബോർഡ് ഇതാണ്, എൻ്റെ കോലം കണ്ടിൽ ഒരുമാതിരി ആയേക്കുന്നത് കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഞാനത് മാറ്റാം എന്നൊരു തീരുമാനത്തിലെത്തിയത്. പിന്നെ ആ ഭിത്തിയൊക്കെ ഒന്ന് തുടച്ച് അവിടേക്കൊന്ന് സെറ്റാക്കിയിട്ട് ഈ സാധനം ഇടാനായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ എന്തോ ഭാഗത്തിന് 3 ആണി അവർ ഓൾറെഡി അടിച്ചിട്ടുണ്ട്, അതുകൊണ്ടിട്ട് വേറെ ആണിക്കൊന്നും പോണ്ടി വന്നില്ല. അടുത്തത് ഇച്ചിക്കൂടെ പൊക്കമായിരുന്നു കേട്ടോ. ഞാൻ പൊക്കം കുറഞ്ഞൊരു വ്യക്തി ആയതുകൊണ്ടിട്ട് പലപ്പോഴും എനിക്ക് അനുഭവിക്കുന്നൊരു പ്രശ്നമാണ്, കൈ എത്തത്തില്ല ഗൈസ്. പൊക്കം കുറഞ്ഞൊരു എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമായിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞാൻ നമ്മുടെ ഈ കഴുകുന്ന സാധനങ്ങളൊക്കെ ഇടാനായിട്ടും ഒരു ബ്രഷൊക്കെ വയ്ക്കാനായിട്ടും ഒരു ചെറിയൊരു സാധനം അതെവിടെ നിന്നാണ് വാങ്ങിയത്, ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ വേണ്ടിയാണ് കേട്ടോ, മുമ്പ് വാങ്ങിയതാണ്. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇവിടെ നിന്ന് പൊളിച്ചെടുത്തു, അതിൻ്റെ ലൊക്കേഷൻ അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ ഒട്ടിക്കുന്ന സാധനം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം നല്ലൊരു സാധനമായിട്ട് എനിക്ക് തോന്നി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ടേ, കുറേ നാളായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും വെള്ളം വീഴാണ്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ അത് നന്നായി ലാസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു സ്ഥലം മാറ്റി ഇങ്ങോട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജനൽ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി അതൊക്കെ തുടച്ചു സെറ്റാക്കി. പൊതുവേ ഞാൻ ജനലിൽ വെക്കുന്ന സാധനമാണ് റബ്ബർ ബാൻഡ്. എന്തിനാണ് ഞാൻ അവിടെ വലിച്ചിടുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരു പെട്ടി വെച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടിക്കകത്ത് വെക്കാൻ വേണ്ടി അതൊക്കെ അവിടെ നിന്ന് നുള്ളിപ്പറക്കുകയാണ് ഞാൻ. പിന്നെ നമ്മുടെ ആർട്ടിഫിഷ്യൽ മിനിയേച്ചർ ഈ സാധനം ഉണ്ടല്ലോ, ഫ്ലവർ, അത് ഞാൻ ഓരോ സ്ഥലത്ത് ഇങ്ങനെ എടുത്ത് വെച്ച് ഒന്ന് എസ്തെറ്റിക് ആവട്ടെ. അത്രയൊന്നും എത്തിയില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഉള്ളത് വെച്ചൊക്കെ അങ്ങോട്ട് സന്തോഷിക്കുക. പിന്നെ വിട്ടുപോയി, വെച്ച് നോക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ അവിടുത്തെ സാധനങ്ങളെല്ലാം എടുത്തിട്ടൊന്ന് ക്ലീൻ ആക്കുന്നത്, എന്നിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. ആദ്യം ഞാൻ ലൊക്കേഷനൊക്കെ ഓക്കെ ഇങ്ങനെ മതിയോ അങ്ങനെ മതിയോ എന്നൊക്കെ നോക്കും, അതിന് ശേഷമാണ് കേട്ടോ ക്ലീൻ ആക്കുന്നത്. പിന്നെ നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ടുണ്ടായിരുന്നു. വലിയ അഴുക്കില്ല, എന്നാലും ജസ്റ്റ് ഇപ്പോൾ കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിലാട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അതൊന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല, ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്റ്റൗ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി വെച്ചു. പിന്നെന്താണ്, ഇത് തുടച്ച് പറക്കിയൊക്കെ വെക്കുന്നതൊരു പണിയാണല്ലോ അല്ലേ. ഇന്ന് ഞാൻ ഇച്ചിരി അധികം പണിയെടുത്തു എന്നെനിക്ക് തോന്നുന്നു. കുക്കിങ്ങും അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ക്ലീനിങ്ങും എല്ലാം കൂടെ ഞാനങ്ങ് ഷട്ടപ്പടെ എന്ന് പറയാൻ പറ്റത്തില്ല, എഴയും പോലെ അല്ലെങ്കിൽ എഴയും പോലെ നിന്നിട്ടാട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറച്ച് നേരം പണിയെടുക്കും, എന്നിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കും, റെസ്റ്റൊക്കെ എടുത്തിട്ട് മെല്ലെ വന്നിട്ടേ ചെയ്യാറുള്ളൂ. എന്നെ ഒറ്റയടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ നടുവിന് ചെറിയ പണി കിട്ടും. ബിക്കോസ് ഓൾറെഡി എനിക്ക് ബാക്ക് പെയിന്, കൈ പെയിൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇന്ന് എന്താ അറിയില്ല, വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഫുൾ വെള്ളിയാണ് വരുന്നത്, പറയുന്നതൊക്കെ തിരിഞ്ഞു പോവുക. അതായത് ഷോൾഡറിന് ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കും, ബാക്കി പിന്നെ പണിയെടുക്കും, അങ്ങനെ കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഓവൻ, ഇത് ഞാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്ന ഓവനാണ് കേട്ടോ. വീട്ടിലിരുന്നപ്പോഴത്തേക്ക് ഞാൻ വെച്ച് ഇവിടെ കൊണ്ടുവന്ന് വെക്കാം, എന്നിട്ട് ഓവനിൽ സ്ഥിരം അങ്ങോട്ട് കുക്ക് ചെയ്യാം, അങ്ങനെ എന്നൊക്കെ വിചാരിച്ചാട്ടോ കൊണ്ടുവന്നേ. പക്ഷേ ആകെ 1-2 വട്ടം മാത്രമേ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും വീട്ടിൽ നിന്ന് ഞാൻ അത്രയും ഇതായിട്ട് എടുത്തുകൊണ്ട് വന്ന സാധനം നല്ല വൃത്തിക്ക് വെക്കണമല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സാധനം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ ഓവൻ്റെ മേലേക്ക് ഇടുന്ന നല്ലൊരു എന്താ അതിന് പറയുക, ഒരു കവറാണ് കേട്ടോ. പിന്നെ എൻ്റെ സൈഡിൽ 4 പോക്കറ്റ് ഉണ്ട്, 2 വശത്തായിട്ടും 4 പോക്കറ്റ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും സാധനം വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഇട്ട് വെക്കാം, ഇല്ലെങ്കിലും പ്രശ്നമില്ല. പൊടിയടിക്കാതെയൊക്കെ നമ്മുടെ ഇങ്ങനെ സാധനങ്ങൾ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് ഇട്ട് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്ഥിരം എടുക്കുന്ന 2 ബക്കറ്റും 1 ബക്കറ്റും ഒരു അല്ലാത്ത ബോക്സും കേട്ടോ. ഒന്നിൽ ഞാൻ മാവ് ഇട്ട് വയ്ക്കും, ഒന്നിൽ അരി ഇട്ട് വയ്ക്കും. ഇതെടുത്ത് താഴെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ എപ്പോഴും കുനിയണം. അതെനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഈ മേലത്ത് തന്നെ എടുത്ത് ഈ പൊക്കപ്പുറത്ത് വെക്കുന്നത് കേട്ടോ. പിന്നെ അടുക്കള ഒന്ന് അടിച്ചു വരാനായിട്ടുണ്ടായിരുന്നു. കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഒരു ലോഡ് പൊടി താഴെ വീണിട്ടുണ്ട്, ഉണ്ടാവുമല്ലോ. മോസ്റ്റ്ലി കിച്ചണിൽ എപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി തുടയ്ക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. തുടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ കിച്ചൺ ഒന്ന് നല്ല ക്ലീനായിട്ട് കിടക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ പണികൾ. പിന്നെന്താ,
ഞാൻ ചിലപ്പോൾ എല്ലാം കൂടെ ഒരു ദിവസം ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവമാണ് കേട്ടോ എനിക്ക്. പെട്ടെന്ന് പണി ചെയ്ത് തീർക്കത്തുമില്ല, സ്ലോ ആയിട്ടായിരിക്കും ചെയ്യണേ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ചുമ്മാ ഒന്ന് വെളിയിലോട്ടൊക്കെ ഇറങ്ങി അവിടെയൊക്കെ ഒന്ന് വെറുതെ നിന്ന് നോക്കി. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഇത് ചുറ്റാകെ ഗ്രില്ലാണ് ഉള്ളത്, അപ്പോൾ നമുക്കങ്ങനെ ബാൽക്കണി സംഭവമില്ല. ബാൽക്കണി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. 2 ദിവസമായിട്ട് ഈ ഉണങ്ങിയ തുണി അതുപോലെ കിടക്കുകയാണ്, അതുകൂടി ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെല്ലാം പെറുക്കിയെടുത്ത് അകത്ത് കൊണ്ട് വെക്കാമെന്ന്. ഇനി ഒരു കുളി പാസ്സാക്കണം, അതിന് മുന്നേ തലയിലൊന്ന് എണ്ണ തേച്ച് സെറ്റാക്കിയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സത്യത്തിലുണ്ടല്ലോ, ഞാനിപ്പോൾ എൻ്റെ ഹെയറൊന്നും കെയർ ചെയ്യുന്നതേ ഇല്ല. മുമ്പ് ഞാനൊരു ഹെയർ കെയർ സീരീസ് ഒക്കെ ഷോർട്സ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, മുടി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട്. ഇടയ്ക്കൊന്ന് നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും അത് കംപ്ലീറ്റ്ലി ബ്രേക്കായി. പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് മുതിർന്നില്ല, അതാണ് സത്യത്തിലുള്ള കാര്യം. ഇപ്പം എൻ്റെ കിച്ചൺ കിടക്കുന്ന കണ്ടോ, കംപ്ലീറ്റ് ആയിട്ട് ഒതുക്കി പറക്കിയൊക്കെ വെച്ചിരിക്കുന്നു. എന്നാലും നമ്മുടെ കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ, സ്ലാബ്, അത് അത്ര വൃത്തിയില്ല. ഞാൻ പിന്നെ ഈ പാത്രങ്ങളൊക്കെ പെറുക്കിയിട്ട് ഇങ്ങനെ ജനലിൽ തൂക്കിയിട്ടു. ഇതൊക്കെ എനിക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ, ഇല്ലെങ്കിൽ ഞാനൊക്കെ താഴെ വെക്കണം, അതെനിക്കൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് നമ്മുടെ കിച്ചൻ്റെതാ ഇങ്ങനെയാണുള്ളത്. ഭയങ്കര എസ്തറ്റിക് ആക്കാൻ പറ്റിയില്ലെങ്കിലും എന്തൊക്കെയൊക്കെ സെറ്റാക്കിയ പോലെ തോന്നുന്നു.